It says by faith Enoch was taken from this life so that he did not experience death. He could not be found because God taken him away. For before he was taken, he was commended as one who pleased God. 5-6 വാക്യങ്ങൾ. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. He was commended as one who pleased God. ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ച മനുഷ്യനായിരുന്നു എന്ന് പറയുന്നു. He was an ordinary man like us. നമ്മെ പോലെ തന്നെ വെറും സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരുന്നു. He was a family man. ഒരു കുടുംബസ്ഥനായിരുന്നു. He was a husband. അവൻ ഒരു ഭർത്താവായിരുന്നു. He was a father. അവൻ ഒരു പിതാവായിരുന്നു. He was a grandfather. അവൻ ഒരു വല്യപ്പനായിരുന്നു. Like any family person today, Enoch had much family responsibility. നമ്മുടെ സാധാരണക്കാരായ ഒരു കുടുംബസ്ഥനെ പോലെ എല്ലാ കുടുംബത്തിന്റെ സകല ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് നടത്തിയ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. He was a hard working man. അവന് അശ്രാന്ത പരിശ്രമിയായിരുന്നു. He had to work hard to provide for the family's needs. ഈ കുടുംബത്തെ പുലർത്തുവാനായിട്ട് അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. He had to raise his children. അവന്റെ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. He labored and toiled. അവൻ അധ്വാനിച്ച് കുഞ്ഞുങ്ങളെ വളർത്തി. With all that family life, still he was able to please God, and the only man who earned the distinction of someone who pleased God. അവന് അധ്വാനിച്ച് കുടുംബത്തെ വളർത്തുന്ന ഈ പ്രയത്ന മേഖലകളിൽ എല്ലാം ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നുള്ള പ്രത്യേക പേരിനും ആ പ്രത്യേക വ്യക്തിത്വത്തിനും അർഹനായി തീർന്നു. What did he do to please God? അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എന്താ ചെയ്തത്? There is a short description in the book of Genesis chapter 5 and verse 21 to 24. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. It says Enoch walked with God. അവന് ദൈവത്തോടു കൂടി അങ്ങനെ നടന്നു. The question is, when did he begin to walk with God? അവന് എപ്പോഴാണ് ദൈവത്തോടു കൂടിയുള്ള നടപ്പ് ആരംഭിച്ചത്? How long did he walk with God? അവൻ എത്ര കാലം ദൈവത്തോടു കൂടി നടന്നു? What is the meaning of walking with God? ദൈവത്തോടു കൂടി നടക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? The Bible says when Enoch had lived 65 years, he became the father of Methuselah, and after he became the father of Methuselah, Enoch walked with God 300 years and had other sons and daughters. Altogether Enoch lived 365 years. Enoch walked with God, then he was no more because God took him away. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെതുശലേഹിനെ ജനിപ്പിച്ചു. മെതുശലേഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടുകൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെ ആയി. It's a very interesting arithmetic here. ഇവിടെ വളരെ രസകരമായ ഒരു കണക്ക് ശാസ്ത്രമാണ്. When he was 65 years old, he becomes the father of Methuselah. അവൻ 65 വയസ്സായപ്പോൾ മെതുശലയുടെ പിതാവായി. And after his son was born, for the next 300 years he walks with God. ആദ്യത്തെ മകൻ ജനിച്ചതിന് ശേഷം പിന്നീട് 300 വർഷക്കാലം ദൈവത്തോട് കൂടെ നടന്നു എന്ന് വായിക്കുന്നു. Altogether he lived in the world for 365 years. ആകെ 365 വർഷം അവൻ ജീവിച്ചു. Out of that 300 years he consistently walked with God. ഈ 300 വർഷവും അവൻ ദൈവത്തോട് കൂടെ നിരന്തരമായി നടന്നു എന്നാണ് വായിക്കുന്നത്. When did he begin that? അത് എപ്പോഴാണ് അവൻ ആരംഭിച്ചേ? At the age of 65. 65-ാമത്തെ വയസ്സിൽ ആരംഭിച്ചു. Arithmetically speaking, കണക്ക് ശാസ്ത്ര പ്രകാരം പറയുകയാണെങ്കിൽ, supposing Enoch had lived only 100 years, ഹാനോക്ക് ഒരു 100 വർഷം ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, then he would have begun to walk with God when he was 17 years old. 17-ാമത്തെ വയസ്സിൽ ദൈവത്തോട് കൂടെ നടപ്പാൻ ആരംഭിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. What is 65 out of 365 is 17 out of 100. ഈ 365-നെ 65 ഭരിക്കുന്നത് നമുക്ക് കിട്ടുന്നത് 100-ൽ 17 എന്നുള്ള സംഖ്യയാണ്. At 65 Enoch was a very young man. 65-ാമത്തെ വയസ്സിൽ ഹാനോക്ക് വളരെ ചെറുപ്പക്കാരനായിരുന്നു. Today 65 is a post retirement age in our ഇന്നത്തെ കാലത്ത് country. 65 വയസ്സെന്ന് പറയുന്നത് ഈ റിട്ടയർമെന്റ് ഒക്കെ ആകുന്ന ഒരു പ്രായമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. But there are hundreds and thousands of parents and grandparents here in this pandal. ഇവിടെ 100 കണക്കിന് മാതാപിതാക്കളും വല്യപ്പന്മാരും വല്യമ്മച്ചിമാരും ഒക്കെ ഉണ്ട്. As a father and grandfather, my son Enoch walked with me. Are you willing to walk with me? That's what God is asking. പിതാക്കന്മാരെ വല്യച്ഛന്മാരെ, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതുപോലെ നിങ്ങൾ ദൈവത്തോട് കൂടെ നടപ്പാൻ മനസ്സ് വയ്ക്കുമോ? And what is the meaning of walking with God? എന്താ ദൈവത്തോട് കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? I don't believe that Enoch walked with God physically. ശാരീരികമായി ദൈവത്തോട് കൂടെ നടന്നു എന്ന് വാച്യാർത്ഥത്തിൽ അതിനെ നമ്മൾ എടുക്കേണ്ടതില്ല. I believe it's a powerful metaphor. Describes his spiritual walk with God. എന്നാൽ ആത്മീയ ജീവിതത്തിൽ ദൈവത്തോട് കൂടെ നടന്നതിന്റെ ഒരു രൂപകമായിട്ടാണ് അവിടെ അതിനെ ഉപയോഗിക്കുന്നത്. Walking with God to me means that he was
passionately, intimately seeking fellowship with God. ദൈവത്തോടു കൂടെ നടന്നു എന്ന് പറഞ്ഞാൽ ദൈവവുമായുള്ള ആഴമായ ബന്ധത്തിന്റെ പങ്കാളിയായി തീർന്നു He was എന്നാണ്. deeply hungry for God. ദൈവത്തെ കുറിച്ചുള്ള വലിയൊരു ദാഹം അവനിൽ He had an ഉണ്ടായിരുന്നു. unquenchable thirst for God. അവന് ദൈവത്തെ കുറിച്ചുള്ള വലിയൊരു ദാഹം അവനിൽ I ഉണ്ടായിരുന്നു. believe that his thirst was expressed in the words of the psalmist later in Psalm 42. 42-ാമത്തെ സങ്കീർത്തനത്തിൽ ഈ ഒരു വലിയ ദാഹത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. As the deer pants for streams of living water, so my soul pants for you, Lord. My soul thirsts for God, for the living God. Who when can I go and meet with God? മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എന്റെ ആത്മാവ് നിന്നിലേക്ക് ചേരുവാൻ കാംക്ഷിക്കുന്നു. Enoch was an ordinary man. ഹാനോക്ക് വെറും സാധാരണക്കാരനായ He ഒരു was a മനുഷ്യൻ. married man. അവനൊരു He കുടുംബസ്ഥനായിരുന്നു. was a family man. അവനൊരു He കുടുംബസ്ഥനായിരുന്നു. was a daily working man. അവന് സാധാരണ ദൈനംദിന ജീവിതത്തിൽ ജോലി In the ചെയ്യുന്നവനായിരുന്നു. midst of all his busy times, he was still hungry for God every day, thirsty for God every day. അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവൻ ശുഷ്കാന്തിയോടുകൂടി ഇടപെട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ദൈവത്തോടുകൂടെ നടപ്പാൻ തക്കവണ്ണം അവൻ ശ്രദ്ധാലുവായിരുന്നു. Talking about Indian spirituality, Dr. E. Stanley Jones says, ഇന്ത്യയിലെ ഭാരതീയരുടെ ആത്മീയതയെക്കുറിച്ച് ഡോക്ടർ ഇ സ്റ്റാൻലി ജോൺസ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. he had been a missionary more than 60 years at that time. 60 വർഷക്കാലത്തോളം അദ്ദേഹം ഭാരതത്തിൽ സുവിശേഷകനായി And പ്രവർത്തിച്ചു. someone asked him, Dr. Jones, you have been a missionary for more than 60 years. How would you describe Indian spirituality? ചില ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ 60 ചില്ലുവാനും വർഷക്കാലം ഈ ഭാരതത്തിൽ പ്രവർത്തിച്ചിട്ട് ഭാരതീയരുടെ ഈ ആത്മീയ തീഷ്ണതയെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയുവാനുള്ളത്? And this great missionary said, അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, for 60 years I observed the Indians. ഈ കഴിഞ്ഞ 60 വർഷക്കാലം ഞാൻ ഭാരതീയരെ ശ്രദ്ധാപൂർവം And വീക്ഷിച്ചു. this is what I think about them. അവരെ കുറിച്ച് ഞാൻ ഇപ്രകാരമാണ് മനസ്സിലാക്കുന്നത്. India is a God-thirsty nation. ഭാരതം എന്ന് പറയുന്നത് ദൈവത്തിനു വേണ്ടി ദാഹിക്കുന്ന ഒരു രാജ്യമാണ്. India is a God-intoxicated nation. ഈ ഭാരതം എന്ന് പറയുന്നത് ആത്മീയതയുടെ ലഹരി പിടിച്ച ജനങ്ങളുള്ള ഒരു ദേശമാണ്. And India is an incurably religious nation. മാറ്റപ്പെടുവാൻ സാധിക്കാത്തതായുള്ള ആത്മീയത കടന്നുകൂടിയിരിക്കുന്ന ജനതയാണ് ഭാരതത്തിലുള്ളത്. That's the challenge that coming to us this evening in this pandal. ഈ പന്തലില് ഈ 4 മണി സമയത്ത് നമ്മൾ വന്നപ്പോൾ ഈ ഒരു വലിയ വെല്ലുവിളിയാണ് നമ്മുടെ മുൻപിൽ. As Indian Christians, how thirsty are we for God of the Bible? ഭാരതീയരായ നമ്മുടെ സഹോദരങ്ങള് നമ്മൾ എല്ലാവരും ദൈവത്തെക്കുറിച്ചുള്ള വലിയൊരു ദാഹമുള്ളവരാണ്.